വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. അലോവേറ ജെൽ, അതായത് കറ്റാർവാഴ ജെൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ കറ്റാർവാഴയുടെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കറ്റാർവാഴ മുടിക്കും അതുപോലെ മുഖത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മുഖത്തിനുള്ളൊരു ബ്യൂട്ടി ടിപ്പാണ്. കറ്റാർവാഴ ജെല്ല് മുഖത്തിനുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. കറ്റാർവാഴയുടെ കൂടെ ഈ ഒരൊറ്റ ചേരുവ മാത്രം ചേർത്താൽ മതിയാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് കറ്റാർവാഴ ജെല്ല് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ ജെല്ല്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് കറ്റാർവാഴ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്, കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം നല്ല വീതിയുള്ള നല്ല കട്ടിയുള്ള കറ്റാർവാഴനെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് നന്നായിട്ട് ജെല്ല് കിട്ടുള്ളൂ അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ അത് കട്ട് ചെയ്ത ശേഷം അതിൽ നിന്നൊരു മഞ്ഞ ലിക്വിഡ് വരാനുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡ് പോവും. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മുള്ളു പോലത്തെ സാധനം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ നേരിട്ട് ജെല്ല് കാണിക്കുന്നതിനും പകരം ഇതൊന്ന് കട്ട് ചെയ്യുന്ന കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ജെല്ലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ഗ്രീൻ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പം പെട്ടെന്ന് കഴിയും സംഭവം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഒന്നുകൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ മുള്ളു പോലത്തെ സാധനം മൊത്തമായിട്ട് പോകണം. എന്നിട്ട് ഈ പച്ച കളറിലുള്ള ആ തൊലി അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ ജെല്ല് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഈ ഒരു കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം മാത്രം മതി കറ്റാർവാഴൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ തൊലി വേണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തൊലി കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തൊലി കട്ട് ചെയ്ത ശേഷം ഇതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ശരിക്കും ഈ ഒരു ജെല്ല് മാത്രം നമ്മുടെ മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാവർക്കും കറ്റാർവാഴ കിട്ടണം എന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചേരുവം കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ നിങ്ങളടുത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ തേനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. കുരു ഒന്നും പെടാതെ വേണം ചേർത്ത് കൊടുക്കാൻ. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കൂടുതൽ ദിവസം ഇത് കേടുവരാതെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത്. പിന്നെ നോർമൽ സ്കിന്നുള്ളവർക്കാണ് ഈ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാൻ പറയുന്നത്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ തേന് ചേർത്തോളൂ. പിന്നെ അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വാങ്ങിക്കാൻ കിട്ടുന്നുള്ളവർ അത് ചേർത്താൽ മതി കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് അരിപ്പയിലൂടെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആ ജെല്ല്, അത് നമ്മൾ ഇപ്പം കുറേ ദിവസത്തേക്ക് വെക്കുന്നതല്ല. അപ്പോൾ ജെല്ല് അതിൽ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ആ ജെല്ല് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. മാക്സിമം നീര് അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഇതിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാം. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് ഇത്രയും നമ്മൾ നീര് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു ജെല്ലിൻ്റെ ആ ഒരു പരുവത്തിൽ വന്നിട്ടില്ല. നല്ല ജെല്ല് പോലെ ആവണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ അഗർ പൗഡർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഇതൊക്കെ ചേർത്ത് കൊടുത്താലേ ആ ഒരു ജെൽ പരുവത്തിൽ കിട്ടുള്ളൂ. അത് എത്രത്തോളം നമ്മളെ മുഖത്തിന് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് നമുക്ക് സേഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലിക്വിഡായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ആ പരുവം മതി നമുക്ക്. ഞാനിതുപോലെ ഒരു ബോട്ടിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. പിന്നെ ഞാനിത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു വനിതാ മാഗസിനിൽ കണ്ടിട്ട് ഞാനിതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എഫക്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് വിട്ടു. പിന്നെ ഇപ്പോൾ അടുത്തൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ കറ്റാർവാഴ കയ്യിൽ കിട്ടിയപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ മുഖത്തിന്. നല്ല ഒരു സ്മൂത്തായിട്ട് കിട്ടും മുഖമൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിലിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് മുഖത്ത് തേക്കാം, കയ്യിൽ തേക്കാം, ഒക്കെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, ചെറുനാരങ്ങ നീര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. നമുക്ക് 1 മാസത്തേക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറ്റാർവാഴയുടെ കൂടെ ഒന്നുകിൽ നിങ്ങൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തേൻ യൂസ് ചെയ്യാം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. 3ഉം കൂടി യൂസ് ചെയ്യരുത്. അപ്പോൾ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം ഇത് മുഖകാന്തി വർദ്ധിക്കാനും പിമ്പിൾസ് പോകാനും കറുത്ത പാടുകൾ പോകാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൺബേൺ, മോയ്സ്ചറൈസറാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു കറ്റാർവാഴക്ക്. അതുകൊണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ ഇന്ന് നമ്മുടെ 2 വ്യൂവേഴ്സിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. റഷു ഷൗക്കു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും പിന്നെ നിഹാൽ ജബീൻ, അങ്ങനെ 2 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ 2 പേർക്കും കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.